ദി പെർഫെക്റ്റ് വോള്യത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഭയമില്ലാത്ത ഹണി ബാഡ്ജർ, പ്രകൃതിയിലെ തളരാത്ത ടാങ്ക്. കേൾവിക്കാരെ, വന്യജീവി ലോകത്തിന്റെ യഥാർത്ഥ വശത്തേക്ക് സ്വാഗതം. സിംഹത്തെ മറക്കൂ, കടുവയെ അവഗണിക്കൂ. ഇന്ന് നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നത് ആത്മവിശ്വാസത്തിന്റെ യഥാർത്ഥ രാജാവിനെയാണ്, ധൈര്യത്തിന്റെ ചാമ്പ്യനെയാണ്, ലോകത്തിലെ ഏറ്റവും ഭയമില്ലാത്ത മൃഗമെന്ന ഔദ്യോഗിക പദവി വഹിക്കുന്ന ജീവിയെ, ഹണി ബാഡ്ജറിനെ. ഇതിന്റെ ശാസ്ത്രീയ നാമം മെല്ലിവോറ ക്യാപ്പൻസിസ് എന്നാണ്. ഇത് കറുപ്പും വെളുക്കും കലർന്ന ചെറിയൊരു നായയുടെ വലുപ്പമുള്ള ഒരു ചെറിയ കീരിയെപ്പോലെ തോന്നാം. പക്ഷേ ഇതാണ് ഞെട്ടിക്കുന്ന സത്യം. വെറും 9 മുതൽ 16 കിലോഗ്രാം മാത്രം ഭാരമുള്ള ഈ ജീവിക്ക് ഭയമെന്ന വികാരം എന്താണെന്നറിയില്ല. ഇതിന്റെ ആദർശവാക്യമെന്തെന്നാൽ, എനിക്കെന്താണോ വേണ്ടത് അതാരുടെ കയ്യിലാണെങ്കിലും ഞാൻ എടുത്തിരിക്കും. മിക്ക ജീവികളും അപകടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടും. ഹണി ബാഡ്ജറോ അപകടത്തിലേക്ക് ഓടും. പുള്ളിപ്പുലികളെ ആക്രമിക്കുന്നതും കഴുതപ്പുലികളെ ഓടിക്കുന്നതും പൂർണ്ണ വളർച്ചയെത്തിയ സിംഹങ്ങളുമായി കണ്ണിൽ നോക്കി നിൽക്കുന്നതുമെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഹണി ബാഡ്ജറിന് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന മാളമാണ് അതിനു വേണ്ടതെങ്കിൽ, നിങ്ങൾ സ്ഥലം മാറും. അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട്? കാരണം ഹണി ബാഡ്ജറിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഏറ്റുമുട്ടലും അത് വിജയിക്കാൻ പൂർണ്ണമായും ഉദ്ദേശിക്കുന്ന ഒരു പോരാട്ടമാണ്. ഇത് വേഗതയെയോ വലുപ്പത്തെയോ ആശ്രയിക്കുന്നതല്ല. ഇതാശ്രയിക്കുന്നത് ശുദ്ധമായ, അയവില്ലാത്ത, ഭയപ്പെടുത്തുന്ന ആക്രമണോത്സാഹത്തെയാണ്. ഇത് ആത്മവിശ്വാസത്തിൽ നിന്ന് ജനിച്ച ധൈര്യമല്ല, ശുദ്ധമായ ഊറ്റിയെടുത്ത കോപത്തിൽ നിന്ന് ജനിച്ച ധൈര്യമാണ്. നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും ഭീഷണിപ്പെടുത്തുന്ന പോരാളിയെ സങ്കൽപ്പിക്കുക. ഇനി ആ പോരാളി ഒരു ഷൂ ബോക്സിൽ ഒതുങ്ങുന്നതും അയാൾക്ക് ദേഷ്യം വന്നതും സങ്കൽപ്പിക്കുക. ഇത് നമ്മെ ഹണി ബാഡ്ജറിന്റെ ആദ്യത്തെ അത്ഭുതകരമായ രഹസ്യത്തിലേക്ക് എത്തിക്കുന്നു, അതിന്റെ സ്വകാര്യ കവചം. ഹണി ബാഡ്ജറിന്റെ ചർമ്മം മറ്റു മൃഗരാജ്യത്തിലെ ഒന്നിനും തുല്യമല്ല. ഇത് കട്ടിയുള്ളതാണ്. അതായത് അവിശ്വസനീയമായ വിധം കട്ടിയുള്ള 6 മില്ലിമീറ്റർ കട്ടിയുള്ള റബ്ബറിന് സമാനമായ ദൃഢമായ തോല്. വന്യജീവി ഡോക്ടർമാർ ഹണി ബാഡ്ജറുകളെ മയക്കുമരുന്ന് കുത്തിവെക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ സാധാരണ സൂചികൾ വളയുകയോ ഒടിയുകയോ ചെയ്തിട്ടുണ്ട്. ഇതിത്ര കടുപ്പമുള്ളതിനാൽ തേനീച്ചയുടെ കുത്തുകൾ, മുള്ളൻ പുള്ളനുടെ മുള്ളുകൾ എന്നിവ മിക്ക വേട്ടക്കാരുടെയും വിഷപ്പല്ലുകളെയും അതിജീവിക്കാൻ ഇതിന് കഴിയും. പക്ഷേ ഇതാണ് ത്രില്ലിംഗായ ഭാഗം. ഈ ചർമ്മം അവിശ്വസനീയമായ വിധം അയഞ്ഞതാണ്. ഒരു പുള്ളിപ്പുലിയോ നായകളോ ഹണി ബാഡ്ജറിനെ കഴുത്തിൽ പിടിക്കാൻ കഴിഞ്ഞാലും ബാഡ്ജറിന് സ്വന്തം ചർമ്മത്തിനുള്ളിൽ പൂർണ്ണമായും തിരിയുകയും കറങ്ങുകയും ചെയ്യാം. ഇതൊരു കവചം ഭരിച്ചതുപോലെയാണ്. ആക്രമണകാരിക്ക് നല്ല പിടികിട്ടിയാലും ബാഡ്ജറിനെ ചുറ്റിത്തിരിഞ്ഞ് ആക്രമണകാരിയുടെ മുഖത്തോ കണ്ണിലോ കഴുത്തിലോ കടിക്കാം. ഇത് സ്വന്തം ശരീരഘടനയിൽ നിർമ്മിച്ച ഒരു രക്ഷാകലയാണ്. ഇതൊരു മുറുകിയ തുകൽ സഞ്ചിക്കുള്ളിലെ ബൗളിംഗ് ബോൾ പിടിക്കാൻ ശ്രമിക്കുന്നതുപോലെയാണ്. അസാധ്യം. ഇനി കട്ടിയുള്ള ചർമ്മം പോരെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഭയങ്കര വേട്ടക്കാരായ വിഷമുള്ള പാമ്പുകളെക്കുറിച്ച് സംസാരിക്കാം. ഹണി ബാഡ്ജറുകൾ പതിവായി ആഫ്രിക്കയിലെ ഏറ്റവും മാരകമായ പാമ്പുകളായ ബ്ലാക്ക് മാംബയെയും കേപ്പ് കോബ്രയെയും വേട്ടയാടി കൊല്ലുന്നു. ഇതാ എല്ലാവരെയും ഞെട്ടിക്കുന്ന സത്യം. ഹണി ബാഡ്ജറിന് വിഷത്തെ അത്യധികം പ്രതിരോധിക്കാൻ കഴിയും. സാധാരണ പോരാട്ടം ഇങ്ങനെയാണ് നടക്കുക. ബാഡ്ജർ പാമ്പിനെ പോരാടുന്നു, പാമ്പ് ബാഡ്ജറിനെ കടിക്കുന്നു. വിഷം ബാഡ്ജറിന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ബാഡ്ജറിന് ശരീരം മരവിക്കുകയോ ആടിയുളയുകയോ ചെയ്യാം. ചിലപ്പോൾ അത് തളർന്നു മരിച്ചതായി തോന്നാം. റിസർച്ചേഴ്സ് ഇതിനെ വിളിക്കുന്നത് വെനം നാപ്പ് എന്നാണ്. വിഷം അതിനെ ഒരു അഗാധമായ കോമ പോലുള്ള ഉറക്കത്തിലേക്ക് തള്ളിവിടും. ഇത് 30 മിനിറ്റ് മുതൽ 5 മണിക്കൂർ വരെ നീണ്ടുനിൽക്കും. പക്ഷേ ഇതാണ് അത്ഭുതം. അതുണർന്ന് ഉറക്കം തൂങ്ങൽ കുടഞ്ഞെറിഞ്ഞ് പാമ്പിനെ തിന്നുതീർക്കും. വിഷത്തിനതിനെ തടയാൻ കഴിയില്ല. അതിന്റെ വലിപ്പത്തിലുള്ള മറ്റേതൊരു സസ്തനിയെയും തൽക്ഷണം കൊല്ലാൻ കഴിയുന്ന ന്യൂറോടോക്സിന്റെ മാരകമായ അളവിനെ ഈ ഹണി ബാഡ്ജർ അക്ഷരാർത്ഥത്തിൽ ഉറങ്ങിക്കിടന്ന് അതിജീവിക്കുന്നു. നിങ്ങൾക്ക് ആ ആത്മവിശ്വാസം സങ്കൽപ്പിക്കാമോ? ഹണി ബാഡ്ജർ അതിജീവിക്കുക മാത്രമല്ല, ആധിപത്യം സ്ഥാപിക്കാൻ കഴിവുള്ളവയാണ്. അതിന്റെ നഖങ്ങൾ നോക്കൂ. അവ നീളമുള്ളതും മൂർച്ചയുള്ളതുമാണ്. തൂമ്പ് പോലെയാണ് അവ നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി: കുഴിക്കാൻ. മണ്ണിനും മരത്തിന്റെ വേരുകൾക്കും മൃദുലമായ കോൺക്രീറ്റിനുമിടയിലൂടെ മിനിറ്റുകൾക്കുള്ളിൽ ഹണി ബാഡ്ജറിന് ഭൂമിക്കടിയിൽ അപ്രത്യക്ഷനാകാം. ഈ കുഴിക്കാനുള്ള കഴിവ് 2 ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നു.
വേട്ട, ഇത് വേഗത്തിൽ എലികളെയും തേളുകളെയും ഏറ്റവും പ്രധാനമായി തേനീച്ചക്കൂടുകളെയും പുറത്തെടുക്കുന്നു. രക്ഷപ്പെടൽ, മനുഷ്യർ കെണിയിലാക്കിയാൽ വേലികൾ തുരന്നും തുരങ്കങ്ങൾ ഉണ്ടാക്കിയും കോൺക്രീറ്റ് തറകളിലൂടെ പോലും കുഴിച്ച് രക്ഷപ്പെടാം. മൃഗശാലകളിൽ രക്ഷപ്പെടുന്നതിൽ കുപ്രസിദ്ധരാണിവർ. അവർ കല്ലുകൾ ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നു, ചെളി കൂട്ടിവെക്കുന്നു, കമ്പികൾ കടിച്ചുമുറിക്കുന്നു. അതിന്റെ ബുദ്ധി അതിന്റെ താടിയെല്ലിന്റെയും ശക്തമായ കഴിവാണ്. താടിയെല്ലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇരയുടെ എല്ലുകൾ തകർക്കാനുള്ളത്ര ശക്തിയാണ് അതിന്റെ പല്ലുകളും കടിയുടെ ശക്തിയും. വേട്ടയാടുന്നതിന്റെ എല്ലാ ഭാഗവും അവർ ഭക്ഷിക്കുന്നു. ഹണി ബാഡ്ജർ തന്റെ പ്രശസ്തി സമ്പാദിക്കുന്നത് അതിന്റെ ഭക്ഷണക്രമത്തിലൂടെയാണ്. സസ്തനികളിലുള്ളതിൽ ഏറ്റവും വൈവിധ്യമായ ഭക്ഷണക്രമമാണ് ഇതിനുള്ളത്. ഒരു ഭക്ഷണവും അതിന് പരിധി നിശ്ചയിക്കുന്നില്ല. അതെ, അവർക്ക് തേൻ ഇഷ്ടമാണ്. അങ്ങനെയാണ് അതിനാ പേര് ലഭിച്ചത്. തേനീച്ചക്കൂട് ലഭിക്കാൻ ആയിരക്കണക്കിന് വേദനിക്കുന്ന തേനീച്ചയുടെ കുത്തുകളെ അവർ അവഗണിക്കുന്നു. പക്ഷെ അവർ കഴിക്കുന്നത് ഇവയെല്ലാം കൂടിയാണ്: വിഷമുള്ളതുമായ തേളുകൾ, മുള്ളൻ പുലികൾ, പാമ്പുകൾ, ആമകൾ, തോട് പൊട്ടിക്കാൻ ശക്തമായ താടിയെല്ലുകൾ ഉപയോഗിക്കുന്നു. ചെറിയ മുതലകളും സസ്തനികളും. അടയ്ക്കാനാവാത്ത അതിശക്തമായ വിശപ്പ് അവരെ നയിക്കുന്നു. ഒന്നിനും വിഷത്തിനോ വിഷാംശത്തിനോ വലുപ്പവ്യത്യാസത്തിനോ അതിന്റെ അടുത്ത ഭക്ഷണത്തിനുമിടയിൽ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾക്കൊരു വെല്ലുവിളിയെ ഭയമുണ്ടെങ്കിൽ ഹണി ബാഡ്ജറിനെ ഓർക്കുക. ഈ ചെറിയ ജീവി നമ്മെ പഠിപ്പിക്കുന്നത് വലുപ്പം അപ്രസക്തമാണെന്നാണ്. അതിന്റെ ശക്തി അതിന്റെ മനോഭാവത്തിൽ നിന്നും, അതിജീവനശേഷിയിൽ നിന്നും, പിന്മാറാനുള്ള വിസമ്മതത്തിൽ നിന്നും വരുന്നു. ഇത് പിടിവാശിയുടെ നിർവചനമാണ്. അതിനെ കടിക്കാം, കുത്താം, വിഷത്താൽ തളർത്താം, പക്ഷേ അതെപ്പോഴും ഉണർന്ന് ആ ജോലി പൂർത്തിയാക്കും. ഇത് കാട്ടിലെ നിയമങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. അത് സ്വന്തം ദൃഢനിശ്ചയത്തെ മാത്രം പിന്തുടരുന്നു. അതുകൊണ്ട് മുന്നോട്ടു പോകുക. നിങ്ങളുടെ വെല്ലുവിളിയെ നേരിട്ട് നേരിടുക. കടുപ്പമുള്ളവരാവുക, തളരാത്തവരാവുക. ഭയം നിങ്ങളുടെ അടുത്ത നീക്കം നിർണ്ണയിക്കാൻ നിങ്ങളെ അനുവദിക്കരുത്.